ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഇത് സംഭവിക്കും. വയനാട്ടിൽ ഫാർമേഴ്സ് റിലീഫ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹർത്താൽ നടക്കുകയാണ്. നൂൽപ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. രാവിലെ 6 തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 വരെ തുടരും. കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് വിളിച്ച യോഗം ഇന്ന്. വകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ മറുപടി നൽകും. പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. സ്വകാര്യ സർവകലാശാല ബിൽ അവതരണത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതക കേസിൽ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ തുടങ്ങുന്നത്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന റിപ്പോർട്ടിന് പിന്നാലെ. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ സംസ്കാരം ഇന്ന്. ഇടപ്പള്ളി സെയിന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ രാവിലെ 11 മണിക്കാണ് സംസ്കാരം. തൊഴിൽ സ്ഥലത്തെ പീഡനം മൂലമാണ് ജോളിയുടെ മരണമെന്ന ആരോപണം ശക്തമാക്കി കുടുംബം. 50,000 മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇന്ന് നടക്കും. വൈകിട്ട് 4:30-ക്ക് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസിന് ഇന്ന് ഫുൾ കോർട്ട് റഫറൻസിൽ യാത്രയയപ്പ് നൽകും. 2021 ഒക്ടോബറിലാണ് ഹൈക്കോടതി ജഡ്ജിയായി ജസ്റ്റിസ് സോഫി നിയമിതയായത്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറലായിരുന്നു ജസ്റ്റിസ് സോഫി തോമസ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. ഗതാഗത തടസ്സമുണ്ടാക്കി പാർട്ടി സമ്മേളനങ്ങളും പരിപാടികളും നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹാജരാകുന്നത്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് S. മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനു മുന്നിൽ വൈകിട്ട് 4-നാണ് MV ഗോവിന്ദൻ ഹാജരാകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. ഇന്നും നാളെയും മോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടരും. വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും. നികുതി, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ നിർണായക ചർച്ചകളുണ്ടാകും. മഹാകുംഭമേളയിൽ ഇന്ന് മാഘപൂർണിമ. ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിന് ഇന്ന് തിരക്കേറും. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കി ഉത്തർപ്രദേശ് സർക്കാർ. മഹാകുംഭമേള അവസാനിക്കാൻ ഇനി 2 ആഴ്ച കൂടി. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ പ്രദർശനമായ എയ്റോ ഇന്ത്യ ഷോ ഇന്നും തുടരും. ബംഗളൂരു യലഹങ്ക വിമാനത്താവളത്തിലാണ് ഷോ നടക്കുന്നത്. പോർ വിമാനങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ ഇന്നും ഉണ്ടാകും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 1:30-ക്ക് മത്സരം ആരംഭിക്കും. ആദ്യ 2 കളിയും ജയിച്ച ഇന്ത്യ 2020-ക്ക് പിന്നാലെ ഏകദിന പരമ്പരയും സ്വന്തമാക്കി കഴിഞ്ഞു.